സൈക്കോളജിയിലുള്ള ഒരുപാട് തിയറീസും അതിൻ്റെ പ്രൊപ്പോണൻസുമാണ് പറയുന്നത്. കേട്ടറ്റിലെ എല്ലാ തിയറീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാ തിയറീസിൻ്റെയും പ്രൊപ്പോണൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, എഴുതിയെടുത്തിട്ട് തന്നെ പഠിക്കുക. അതിൽ ഫസ്റ്റ് വന്നിട്ട് നമ്മളുടെ ഹ്യൂമാനിസ്റ്റിക് സൈക്കോളജിയാണ്. ഹ്യൂമാനിസ്റ്റിക് സൈക്കോളജിയുടെ ആളുകളാണ് അബ്രഹാം മോസ്ലോ ആൻഡ് കാൾ റോജേഴ്സ്. ഫ്രീഡം ടു ലേണിംഗ് എന്നുള്ളത് ഒരു എഡ്യൂക്കേഷണൽ കോൺസെപ്റ്റാണ്. ആ ഒരു എഡ്യൂക്കേഷണൽ കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് കാൾ റോജേഴ്സാണ്. ഫ്രീഡം ടു ലേൺ എന്നുള്ളത് കാൾ റോജേഴ്സിൻ്റെ ഒരു ബുക്കാണ്. ഓക്കെ, മോട്ടിവേഷൻ തിയറി കൊണ്ടുവന്നിട്ടുള്ളത് അബ്രഹാം മോസ്ലോ ആണ്. ഹിറാർക്കി ഓഫ് നീഡ്സ് അബ്രഹാം മോസ്ലോ. ഗെസ്റ്റാൾട്ട് തിയറിയുടെ ആളുകളാണ് വെർത്തിമർ, കോഫ്ക ആൻഡ് കോഹ്ലർ. ഫീൽഡ് തിയറി കൊണ്ടുവന്നിട്ടുള്ളത് കർട്ട് ലെവിനാണ്. കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ആളാണ് പിയാഷെയും ബ്രൂണറും. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ആളാരാ ചോദിച്ചാൽ അത് വൈഗോട്സ്കിയാണ്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എറിക്സണും സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് സിഗ്മണ്ട് ഫ്രോയിഡുമാണ്. മൊണാർക്കി തിയറി ഡോക്ടർ ജോൺസൻ്റെയാണ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ഹവാർഡ് ഗാർഡനറിൻ്റെയാണ്. കോഗ്നിറ്റീവ് ഇൻ്റലിജൻസിൻ്റെ ആളുകളാണ് ഡാനിയൽ ഗുള്ളിമാൻ, പീറ്റർ സെലോവ ആൻഡ് ജോൺ മെയർ. 2 ഫാക്ടർ തിയറി കൊണ്ടുവന്നിട്ടുള്ളത് സ്പിയർമാൻ ആണ്. മൾട്ടി ഫാക്ടർ തിയറിയുടെ ആൾ തൊണ്ടേക്കാണ്. ഗ്രൂപ്പ് ഫാക്ടർ തിയറി തേഴ്സ്റ്റൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. സ്ട്രക്ചർ ഓഫ് ഇൻ്റലിജൻസ് ഗുൾഫോർഡിൻ്റെയാണ്. ട്രൈയാർക്കിക് തിയറി സ്റ്റെർൺബെർഗിൻ്റെയാണ്. അതുപോലെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ട്രയൽ ആൻഡ് എറർ തിയറിയും കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോവിൻ്റെയാണ്. ട്രയൽ ആൻഡ് എറർ തിയറി തൊണ്ടേക്കിൻ്റെയാണ്. കണക്ഷനിസം എന്നും ട്രയൽ ആൻഡ് എറർ തിയറിക്ക് പേരുണ്ട്, കണക്ഷനിസം എന്നും പേരുണ്ട്. ഓക്കെ, ഓപ്പറാൻഡ് കണ്ടീഷനിങ് നമ്മളുടെ സ്കിന്നറിൻ്റെയാണ്. ഓപ്പറാൻഡ് കണ്ടീഷനിങ് സ്കിന്നറാണ്. ഒബ്സർവേഷൻ ലേണിംഗ് ആൽബർട്ട് ബന്ദൂരാസ് ഒബ്സർവേഷൻ ലേണിംഗ് തിയറി. ഒബ്സർവേഷൻ ലേണിംഗ് തിയറിനെ സോഷ്യൽ ലേണിംഗ് തിയറി എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഇമോഷണൽ ഡെവലപ്മെൻറ്റ് കാതറിൻ റിഡ്ജസ് ആണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് ഗുള്ളിമാനും ഇമോഷണൽ ഡെവലപ്മെൻറ്റ് കാതറിൻ റിഡ്ജസുമാണ്. അപ്പോൾ അതങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അതുപോലെ ഇൻഡക്റ്റീവ് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡും, അത് 2 ടൈപ്സ് ഓഫ് മെത്തേഡാണ്. മെത്തേഡ് ഓഫ് ലേണിങ്ങിൽ 2 ടൈപ്സ് ആണ്, ഇൻഡക്റ്റീവ് മെത്തേഡ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ്. അതിൽ ഇൻഡക്റ്റീവ് മെത്തേഡ് പെർട്ടിക്കുലർ ടു ജനറലാണ്. പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയയിലേക്ക് എത്തുന്ന രീതിയാണ് ഇൻഡക്റ്റീവ് മെത്തേഡ്. ഡിഡക്റ്റീവ് മെത്തേഡ് ജനറൽ ടു പർട്ടിക്കുലർ ആണ്. ആദ്യം ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ പറയുന്നു, എന്നിട്ട് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്തുന്നു. ആ ഒരു രീതി ഡിഡക്റ്റീവ് മെത്തേഡാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കാൻ ഇങ്ങനെ പഠിക്കുക, DGP എന്ന് പഠിക്കുക, മറ്റത് IPG. പിന്നെ അടുത്തൊരു മെത്തേഡ് ഓഫ് ലേണിംഗ് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നൗൺ ടു അൺനൗൺ ആണ്. അറിയുന്ന കാര്യങ്ങളിൽ നിന്ന് അറിയാത്ത കാര്യങ്ങൾ പറയുന്ന രീതി. അപ്പോൾ ലേണറിന് എന്തൊക്കെ കാര്യങ്ങൾ അറിയാമെന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അൺനൗൺ ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അനാലിറ്റിക്കൽ മെത്തേഡ് അൺനൗൺ ടു നൗൺ ആണ്. അപ്പോൾ അത് ഓർത്ത് വെക്കാൻ AUK എന്ന് പഠിച്ചു വെക്കുക, IKU. അപ്പോൾ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ട്രെയ്റ്റ് അപ്രോച്ച് ആൽപോർട്ടിൻ്റെയാണ്. അതിൽ വരുന്നത് കാർഡിനൽ ട്രെയ്റ്റ്, സെക്കൻഡറി ട്രെയ്റ്റ്, സെൻട്രൽ ട്രെയ്റ്റ് എന്നാണ്. അതിൽ കാർഡിനൽ ട്രെയ്റ്റ് എന്ന് പറയുന്നത് ഡോമിനൻ്റ് ആയിട്ടുള്ള ട്രെയ്റ്റുകളാണ്. ഒരു വ്യക്തിയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള സ്വഭാവമാണ്. അതായത് അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ക്രുവാലിറ്റി, മദർ തെരേസയുടെ ചാരിറ്റബിൾ നാച്ചർ. അപ്പോൾ ഇതൊക്കെയാണ് കാർഡിനൽ ട്രെയ്റ്റ് എന്ന് പറയുന്നത്. ആ വ്യക്തിയിൽ ഡോമിനൻ്റ് ആയിട്ട് കാണപ്പെടുന്നതാണ്. സെൻട്രൽ ട്രെയ്റ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഷീ ഈസ് സോ ഹോണസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ. അതായത് ഒരു വ്യക്തിയിൽ ഉള്ള ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സെൻട്രൽ ട്രെയ്റ്റുകൾ. സെക്കൻഡറി ട്രെയ്റ്റ് എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ആ ഒരു ട്രെയ്റ്റ് കാണാൻ കഴിയുള്ളൂ. ഓരോ സിറ്റുവേഷൻസിനനുസരിച്ച് ഒരു വ്യക്തിയിൽ വരുന്ന സ്വഭാവ മാറ്റങ്ങളാണ് സെക്കൻഡറി ട്രെയ്റ്റുകൾ. 3 ഡയമെൻഷണൽ തിയറി ഗുൾഫോർഡിൻ്റെയാണ്. തിയറി ഓഫ് മീനിങ്ഫുൾ റിസപ്ഷൻ ലേണിംഗ് ഒസബലിൻ്റെയാണ്. മീനിങ്ഫുൾ റിസപ്ഷൻ ലേണിംഗ് എന്നും മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് എന്നും 2 പേരുകളുണ്ട് ഒസബലിൻ്റെ തിയറിക്ക്.
സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എറിക് എറിക്സൻ്റെയും സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റേതുമാണ്. കേട്ടിട്ടുള്ള അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ബ്ലൂംസ് ടാക്സോണമി. ബ്ലൂംസ് ടാക്സോണമിയിൽ കോഗ്നിറ്റീവ് ലെവലിൽ നോളേജ്, കോംപ്രിഹെൻഷൻ, അപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ, ഈ സ്റ്റെപ്പുകളാണ് ഉള്ളത്. അപ്പോൾ അത് ഓർത്ത് വെക്കാൻ KCA²SE എന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിൻ്റെ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ഉണ്ട്. റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി വന്നിട്ടുള്ളത് 2001 1956 വന്നിട്ടുള്ള ബ്ലൂംസ് ടാക്സോണമിയിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോളേജ് ആണ്, ഫസ്റ്റ് ലെവല്. പിന്നെ വരുന്നത് കോംപ്രിഹെൻഷൻ, പിന്നെ അപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. ഇനി റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നോളേജിന് പകരം റിമെമ്പർ ആണ് വരുന്നത്, കോംപ്രിഹെൻഷന് പകരം അണ്ടർസ്റ്റാൻഡ് ആണ് വരുന്നത്, അപ്ലിക്കേഷൻ്റെ വെർബ് ഫോം ആയിട്ടുള്ള അപ്ലൈ, അനാലിസിസിൻ്റെ അനാലൈസ്, അടുത്ത ലെവൽ ഇവാലുവേറ്റ്, പിന്നെ ക്രിയേറ്റ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ബെഞ്ചമിൻ ബ്ലൂമാണ് ബ്ലൂംസ് ടാക്സോണമി കൊണ്ടുവന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് റീഡിംഗ് ടെക്നിക്സ് എന്നുള്ളത്. അതിൽ വരുന്നതാണ് സ്കിമ്മിങ്, സ്കാനിങ്, ഇൻറ്റൻസീവ് റീഡിങ്, എക്സ്റ്റെൻസീവ് റീഡിങ്. സ്കാനിങ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല, അത് വിട്ടുപോയതാണ്. ഓക്കെ, സ്കിമ്മിങ് ഒരു ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്കിമ്മിങ് നമ്മൾ യൂസ് ചെയ്യുക. ഈ സ്കിമ്മിങ്ങും സ്കാനിങ് എന്നുള്ളതും രണ്ടും സ്പീഡ് റീഡിംഗ് ടെക്നിക്കുകൾ തന്നെയാണ്. പക്ഷേ സ്കിമ്മിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് എൻ്റെ ടെക്സ്റ്റ് വായിക്കാതെ തന്നെ ജനറൽ ഐഡിയയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഹെഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിച്ച് ജനറൽ ഐഡിയയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി സ്കാനിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടി, ഒരു ഡേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലേസ്, അങ്ങനെ എന്തെങ്കിലും നമ്മളൊരു ടെക്സ്റ്റിൽ റെഫർ ചെയ്യുക, സ്കാൻ ചെയ്ത് വായിക്കുന്നതാണ്. അപ്പോൾ രണ്ടും എന്താണ്, എൻ്റെ ഒരു ടെക്സ്റ്റ് വായിക്കാതെയുള്ള സ്പീഡ് റീഡിംഗ് ടെക്നിക്കുകളാണ്. ഇനി ഇൻറ്റൻസീവ് റീഡിങ്ങും എക്സ്റ്റെൻസീവ് റീഡിങ്ങും. ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറയുമ്പോൾ ആഴത്തിലുള്ള വായനയാണ് ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറയും. നമ്മളെ ഓരോന്നും മരിച്ചു പെറുക്കി വായിക്കുന്നതിനാണ് ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറയുക. ഇനി എക്സ്റ്റെൻസീവ് റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തു നിന്നുള്ള ടെക്സ്റ്റുകൾ വായിക്കുന്നതാണ്, നോവല്, അതുപോലെ കഥാ ബുക്കുകൾ. അപ്പോൾ ഇതൊക്കെ ഒരു പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ വായിക്കുക. അപ്പോൾ അത്തരം ഇതിനെയാണ് നമ്മൾ എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് എഴുതിയിട്ടുള്ള ബുക്സുകൾ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.